Hi students, welcome to the lecture. Today we will be dealing with the Ricardian theory of rent. Without much delay, let's move on to the topic. Explanation of this theory. David Ricardo is an English classical economist and he developed this theory in 1817 in order to explain the origin and the nature of economic rent. ഇക്കണോമിക് റെൻറ്റിൻ്റെ ഒറിജിനും അതുപോലെ തന്നെ അതിൻ്റെ നേച്ചറും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് 1817 ഡേവിഡ് റിക്കാർഡോ എന്ന ഇംഗ്ലീഷ് ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റാണ് ഈ റിക്കാർഡിയൻ തിയറി ഓഫ് റെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം എക്കണോമിക് ആൻഡ് റെൻറ്റിനെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് കാണുന്നത്. അതായത് ഇദ്ദേഹം മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് നെപ്പോളിയൻ ഇറയിൽ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് അവിടെ വളരെ നെപ്പോളിയോണിക് വാർസിൻ്റെ സമയത്ത് വളരെയധികം കോണിൻ്റെ പ്രൈസും ലാൻഡിൻ്റെ പ്രൈസും ഇൻക്രീസ് ചെയ്തു. സോ അദ്ദേഹത്തിൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാൻഡിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാനുള്ള പ്രധാന കാരണം പ്രൈസ് ഓഫ് കോൺ ഇൻക്രീസ് ചെയ്തുകൊണ്ടാണോ അതോ ഹൈ പ്രൈസ് ഓഫ് കോണിൻ്റെ ഇൻക്രീസ് ലാൻഡിൻ്റെ ഡിമാൻഡിനെ ഇൻക്രീസ് ചെയ്തത് കൊണ്ടാണോ ലാൻഡിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആയത്? ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ സംശയങ്ങൾ. ആ ഒരു ക്വസ്റ്റ്യന് ആൻസർ തേടിയാണ് റിക്കാർഡോ മൂവ് ചെയ്യുന്നത്. ഇനി റിക്കാർഡോ എന്ന് പറഞ്ഞിരിക്കുന്ന ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ് റെൻറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് that portion of the produce of earth which is paid to the landlord for the use of the original and indestructible powers of soil. നമ്മുടെ സോയിലിൻ്റെ ഒറിജിനൽ അല്ലെങ്കിൽ ഇൻഡിസ്ട്രക്റ്റബിൾ പവേഴ്സ് യൂസ് ചെയ്യുന്നതിനാവശ്യമായിട്ട് ലാൻഡ് ലോഡിന് പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് എർത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ യൂസ് ചെയ്യുന്നതിനെയാണ് റെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റിൽ നമ്മൾ ഇവിടെ റിക്കാർഡോ ഉദ്ദേശിക്കുന്നത്. അതായത് എ പോർഷൻ ഓഫ് ദ എർത്ത് വിച്ച് ഇസ് വി ആർ പേയിങ് ടു ദ ലാൻഡ് ലോഡ് ഇൻ ദ ഫോം ഓഫ് മണി ഫോർ യൂസിങ് ദ ഒറിജിനൽ ആൻഡ് ഇൻഡിസ്ട്രക്റ്റബിൾ ന്യൂട്രിയൻസ് ഓഫ് ദ സോയിൽ. ഓക്കെ, ഈ ഒരു തിയറിയിൽ റെൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് സർപ്ലസ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഗെയിൻ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ലാൻഡ് ഓൺലി. ലാൻഡിൽ മാത്രം കാണുന്ന പ്രൊഡ്യൂസർ സർപ്ലസ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഗെയിൻ ആണ് റിക്കാർഡോനെ സംബന്ധിച്ചിടത്തോളം റെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ തിയറിയുടെ എസംഷൻസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. റെൻറ്റ് ഓഫ് ലാൻഡ് പ്രധാനമായിട്ടും പ്രൈസ് ചെയ്യുന്നത് ഡ്യൂ ടു ദ ഡിഫറൻസസ് ഇൻ ദ ഫെർട്ടിലിറ്റി ഓർ ദ സിറ്റുവേഷൻ ഓഫ് ഡിഫറെൻറ്റ് പ്ലോട്ട്സ് ഓഫ് ലാൻഡ്. ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു അസംഷൻ നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഒരു ലാൻഡിൻ്റെ റെൻറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം ആ പെർട്ടിക്കുലർ ലാൻഡിൻ്റെ ഫെർട്ടിലിറ്റി ആയിരിക്കാം. ഇറ്റ് അറൈസസ് ഓവിങ് ടു ദ ഒറിജിനൽ ആൻഡ് ഇൻഡിസ്ട്രക്റ്റബിൾ പവേഴ്സ് ഓഫ് സോയിൽ. ഓക്കെ, then Ricardo assumes the operation of law of diminishing marginal returns in case of cultivation of land. ലാൻഡിൻ്റെ കൾട്ടിവേഷന് അദ്ദേഹം ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ റിട്ടേൺസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അസംഷൻ കൊടുക്കുന്നുണ്ട്, ആ ലോ കൊടുക്കുന്നുണ്ട്. ആസ് ദ ഡിഫറെൻറ്റ് പ്ലോട്ട്സ് ഓഫ് ലാൻഡ് ഡിഫർ ഇൻ ഫെർട്ടിലിറ്റി ദ പ്രൊഡ്യൂസ് ഫ്രം ദെയർ ഇൻഫീരിയർ പ്ലോട്ട്സ് ഓഫ് ലാൻഡ് ഡിമിനിഷസ് ടു ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ ഈച്ച് പ്ലോട്ട് ഓഫ് ലാൻഡ് ഈസ് സെയിം. അതായത് ഈ പ്ലോട്ടിൻ്റെ ഫെർട്ടിലിറ്റി ഡിഫറൻസസ് ഉള്ളതുകൊണ്ട് ഇൻഫീരിയർ പ്ലോട്ട്സിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കുറയുന്നതും കൂടുന്നതും അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കും എന്നും, അതുപോലെ തന്നെ ഇൻഫീരിയർ പ്ലോട്ട്സ് ഓഫ് ലാൻഡ് ഡിമിനിഷസ് ടു ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് ആ ഒരു പെർട്ടിക്കുലർ പ്ലോട്ട് ഓഫ് ലാൻഡിൽ നമ്മൾ സെയിം കോസ്റ്റ് തന്നെ മുടക്കുകയാണ് എങ്കിൽ അതിൻ്റെ ഫെർട്ടിലിറ്റി ഡിഫറൻസ് കാരണം അതിൽ നിന്ന് ഉണ്ടാകുന്ന റവന്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ള കാര്യമാണ് രണ്ടാമത്തെ അസംഷൻ. ഇനി മൂന്നാമത്തെ അസംഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് റിക്കാർഡോ ലുക്സ് അറ്റ് ദ സപ്ലൈ ഓഫ് ലാൻഡ് ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് ദ സൊസൈറ്റി ആസ് എ ഹോൾ സ്റ്റാൻഡ് പോയിന്റ് വെച്ചിട്ടാണ് റിക്കാർഡോ ലാൻഡിൻ്റെ സപ്ലൈ നോക്കുന്നത്. ഫോർത്ത് അസംഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് റിക്കാർഡിയൻ തിയറിയിൽ ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ബീയിങ് ദ ഗിഫ്റ്റ് ഓഫ് നേച്ചർ ഹാസ് നോ സപ്ലൈ പ്രൈസ് ആൻഡ് നോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് ലാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് നേച്ചറിൻ്റെ ഒരു ഗിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിനൊരു സപ്ലൈ പ്രൈസ് ഉണ്ടായിരിക്കത്തില്ല, അതിന് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും ഇല്ല എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. സോ റെൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് നോട്ട് പാർട്ട് ഓഫ് എ കോസ്റ്റ് ആൻഡ് ബീയിങ് ഇറ്റ് ഡസ് നോട്ട് ആൻഡ് കനോട്ട് എൻ്റർ ഇൻ ടു കോസ്റ്റ് ആൻഡ് പ്രൈസ്. സോ എന്താണ് റെൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് കോസ്റ്റിൻ്റെ ഒരു പാർട്ടല്ല എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ദിസ് മീൻസ് ദാറ്റ് ഫ്രം ദ സൊസൈറ്റൽ പോയിന്റ് ഓഫ് വ്യൂ ദ
എൻ്റെ റിട്ടേൺ ഫ്രം ദ ലാൻഡ് ഈസ് എ സർപ്ലസ് ഏണിങ്. അങ്ങനെ അതിനൊരു കോസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ റെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ ലാൻഡിൽ നിന്ന് ലഭിക്കുന്ന റെൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു സർപ്ലസ് ഏണിങ് ആണ് എന്നാണ് റിക്കാർഡോ അവകാശപ്പെടുന്നത്. ഓക്കെ, ദെൻ മൂവിങ് ഓൺ. Now, reasons for the existence of rent. According to Ricardo, rent arises out of main two reasons. രണ്ട് റീസൺസിൻ്റെ ഫലമായിട്ടാണ് റെൻറ്റ് ഉണ്ടാവുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് സ്കേഴ്സിറ്റി ഓഫ് ലാൻഡ് ആസ് എ ഫാക്ടർ. രണ്ടാമത്തത് ഡിഫറൻസ് ഇൻ ദ ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ. സോയിലിൻ്റെ ഫെർട്ടിലിറ്റി അതേപോലെ തന്നെ ലാൻഡിൻ്റെ സ്കേഴ്സിറ്റി. ഈ രണ്ട് റീസൺസ് കൊണ്ടാണ് റെൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടാവുന്നതെന്നാണ് റിക്കാർഡോ പറയുന്നത്. അത് നമ്മൾ ഇൻഡിവിജ്വലി എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഫസ്റ്റ് വൺ ഈസ് സ്കേഴ്സിറ്റി ഓഫ് റെൻറ്റ്. Ricardo assumed that land has only one use, that is to grow corn. അപ്പം ലാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഫാക്ടറിന് ഒറ്റ യൂസേ ഉള്ളൂ, കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നൊരു കോൺസെപ്റ്റാണ് റിക്കാർഡോ ഇവിടെ അസ്യൂം ചെയ്തിരിക്കുന്നത്. സോ ദിസ് മെൻറ്റ് ദാറ്റ് ഇറ്റ്സ് സപ്ലൈ വാസ് ഫിക്സ്ഡ്. സോ ലാൻഡിൻ്റെ സപ്ലൈ ഫിക്സ്ഡ് ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഹെൻസ് ദ പ്രൈസ് ഓഫ് ദ ലാൻഡ് വാസ് ടോട്ടലി ഡിറ്റർമൈൻഡ് ബൈ ദ ഡിമാൻഡ് ഓഫ് ലാൻഡ്. ഇൻ അതർ വേർഡ്സ്, ഓൾ ദ പ്രൈസ് ഓഫ് ദ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഈസ് പെർഫെക്റ്റ്ലി ഇൻഎലാസ്റ്റിക്. ഇൻഎലാസ്റ്റിക് സപ്ലൈ ഈസ് ഇക്കണോമിക് റെൻറ്റ്. അതായത് ട്രാൻസ്ഫർ ഏർണിങ്സ് ഒന്നും ഇല്ല. അങ്ങനത്തെ ഒരു കേസ് വരികയാണെങ്കിൽ ഇവിടെ സപ്ലൈ ഫിക്സ്ഡ് ആയിട്ടുള്ള സപ്ലൈ ആണ്. സോ വാട്ട് ഹാപ്പൻസ്, എന്തൊക്കെ വരവ് വരുന്നുണ്ടോ അതെല്ലാം സർപ്ലസ് ആയിട്ടാണ് കിട്ടുന്നത്. സോ നമുക്ക് മനസ്സിലാക്കാം അതൊരു ഇൻഎലാസ്റ്റിക് സപ്ലൈ ആണ്. ദാറ്റ് ഈസ് ഇക്കണോമിക് റെൻറ്റ്. ദസ് ഇറ്റ് വാസ് the high price of corn which caused the increase in the demand of land and a rise in its price rather than the price of land pushing up the price of corn. അതായത് ഹൈ പ്രൈസ് ഓഫ് കോൺ ആണ് ലാൻഡിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുവാനായിട്ടുള്ള കാരണം. ആൻഡ് റൈസ് ഇൻ ഇറ്റ്സ് പ്രൈസ് റാദർ ദാൻ ദ പ്രൈസ് ഓഫ് ലാൻഡ് പുഷിങ് അപ്പ് ദ പ്രൈസ് ഓഫ് കോൺ. അതായത് അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തുള്ള ചേഞ്ച് എന്താണ്, ആ പ്രൈസ് ഓഫ് കോണിനെ പുഷപ്പ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. ഹവർ ദിസ് അനലൈസിസ് ഡിപ്പെൻഡ്സ് upon the assumption that land has only one use. ലാൻഡിന് ഒറ്റ യൂസേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒരു കൺസെപ്റ്റിലാണ് ഈ ഒരു കാര്യങ്ങൾ മുഴുവൻ പോകുന്നത്. ഇൻ ദ റിയൽ വേൾഡ് എ പെർട്ടിക്കുലർ പീസ് ഓഫ് ലാൻഡ് ക്യാൻ ബി പുട്ട് ഇൻ ടു മെനി ഡിഫറെൻറ്റ് യൂസ്. പക്ഷേ റിയാലിറ്റിയിൽ എന്താണ്, ലാൻഡിന് നമുക്ക് ഡിഫറെൻറ്റ് യൂസസ് ഉണ്ട്. ദിസ് മീൻസ് ഇറ്റ്സ് സപ്ലൈ ഈസ് ഫോർ എനി വൺ യൂസ് ഇസ് എലാസ്റ്റിക്. അതുകൊണ്ട് തന്നെ എന്താണ്, സപ്ലൈ എന്ന് പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ് ലാൻഡിന് വെച്ച് നോക്കുമ്പോൾ അത് എലാസ്റ്റിക് ആണ്. സോ അതുകൊണ്ട് തന്നെ അതിന് ട്രാൻസ്ഫർ ഏർണിങ്സ് ഉണ്ട് എന്നാണ് റിയാലിറ്റിയിലുള്ള കാര്യം. പക്ഷേ അസംഷനിൽ പറഞ്ഞിരിക്കുന്നത് അതിന് ഒറ്റ യൂസേ ഉള്ളൂ. സോ വാട്ട് ഹാപ്പൻസ്, എന്തൊക്കെ റിട്ടേൺസ് ഈ ലാൻഡിൽ നിന്ന് കിട്ടുന്നുണ്ടോ അതൊക്കെ സർപ്ലസ് ആണ്. സോ അതുകൊണ്ട് അതിൻ്റെ അകത്തൊരു ഇക്കണോമിക് റെൻ്റ് ആണ് എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് സ്കേഴ്സിറ്റി ഓഫ് റെൻറ്റിൻ്റെ അകത്ത് സ്കേഴ്സിറ്റി ഓഫ് ലാൻഡ് ആസ് എ ഫാക്ടർ എന്ന് പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റിൽ പറയുന്നത്. സ്കേഴ്സിറ്റി റെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റാണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. മൂവിങ് ഓൺ ഫർദർ. ഇവിടെ എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റിയും വൈ ആക്സിസിൽ പ്രൈസുമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ദെൻ ഇതിനകത്ത് ഇത് ഡിമാൻഡ് കർവ് D1, ഇത് ഡിമാൻഡ് കർവ് D2. ഇനി പ്രൈസ് P1 ആയിരുന്ന സമയത്ത് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് OQ1 ആയിരുന്നു. സോ ഇവിടെ സപ്ലൈ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻഎലാസ്റ്റിക് ആവുകയാണ് ചെയ്തിരിക്കുന്നത്. സോ ഇത്ര ക്വാണ്ടിറ്റി മാത്രമേ എല്ലാ പ്രൈസിലും ലഭിക്കത്തുള്ളൂ. ഇൻഎലാസ്റ്റിക് ആകുന്ന സിറ്റുവേഷനിൽ എന്തായിരിക്കും സംഭവിക്കുക, ലാൻഡിൽ നിന്ന് കിട്ടുന്നതൊക്കെ സർപ്ലസ് ആയിരിക്കും, ട്രാൻസ്ഫർ ഏർണിങ്സ് ഉണ്ടാവില്ല. സോ P2 എന്ന പ്രൈസിലും ഇതായിരിക്കും വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഡിമാൻഡ് റൈറ്റിലോട്ടേക്ക് മൂവ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവും അവിടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, പ്രൈസ് ഇൻക്രീസ് ചെയ്ത് ഡിമാൻഡ് ഈ ഒരു കേസിൽ ഇൻക്രീസ്ഡ് ആവുകയാണ് ചെയ്യുന്നതെന്ന്. Okay, moving on. Differential rent. According to Ricardo, rent of a land arises because different plots have different degree of productive power. അതായത് അതിൻ്റെ ഫെർട്ടിലിറ്റി ഡിഫറൻസസ്. ചില ലാൻഡ്സ് കുറച്ചും കൂടി ഫെർട്ടൈൽ ആയിരിക്കും മറ്റൊന്നിൽ നിന്ന്. സോ ഈ ഒരു ഡിഫറൻസ് ലാൻഡ്സിന് ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രൊഡ്യൂസ് ഓഫ് ദ സുപ്പീരിയർ ലാൻഡ്സ് ആൻഡ് ദാറ്റ് ഓഫ് ദ ഇൻഫീരിയർ ലാൻഡ് ഈസ് ദ റെൻറ്റ്. അപ്പോൾ എന്താണ് റെൻറ്റ്? ഒരു ഫെർട്ടൈൽ ലാൻഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഒരു 20 ആണെങ്കിൽ ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡ് അല്ലെങ്കിൽ ഇൻഫീരിയർ ആയിട്ടുള്ള ലാൻഡിൽ നിന്ന് ഒരു 5 ആയിരിക്കും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് 15 എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ആ ഒരു 15 ആയിരിക്കും ഇവിടെ സർപ്ലസ് ഏർണിങ്സ് ഉണ്ടാകുന്നത്. അതിനെയാണ് നമ്മളിവിടെ ഇക്കണോമിക് റെൻറ്റ് എന്നൊരു കൺസെപ്റ്റിൽ റിക്കാർഡോ പറയുന്നത്.
ഓക്കെ, ആ ഒരു കാര്യം തന്നെയാണ്. ദിസ് ഈസ് വാട്ട് വി കോൾഡ് as ഡിഫറൻഷ്യൽ റെൻറ്റ്. ലെറ്റ് us illustrate the Ricardian concept of differential rent. ഇനി നമ്മൾ ഡിഫറൻഷ്യൽ റെൻറ്റ് എന്താണെന്ന് റിക്കാർഡോയുടെ കോൺസെപ്റ്റിൽ പറയാണ്. റിക്കാർഡോ അസ്യൂംസ് ദാറ്റ് ഓരോ ലാൻഡ്സിനും അവരുടേതായിട്ടുള്ള ഗ്രേഡ്സ് ഉണ്ട്. ആ ഗ്രേഡ്സ് തീരുമാനിക്കപ്പെടുന്നത് അവരുടെ ഫെർട്ടിലിറ്റി അനുസരിച്ചാണ്. സോ ഇറ്റ് ഈസ് കൾട്ടിവേറ്റഡ് ആൻഡ് ഗ്രാജുവലി ഇൻ ഡിസെൻഡിങ് ഓർഡർ. ദ ഫസ്റ്റ് ഗ്രേഡ് ഓഫ് ലാൻഡ് ആദ്യം കൾട്ടിവേറ്റ് ചെയ്യും, അതിനുശേഷം സെക്കൻഡ് ഗ്രേഡ് ഓഫ് ലാൻഡ്, അതിനുശേഷം തേർഡ് ഗ്രേഡ്, അങ്ങനെയാണ് കൾട്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി പെട്ടെന്ന് തന്നെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ്റെ ഡിമാൻഡും സ്വാഭാവികമായിട്ടും ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ സുപ്പീരിയർ ഗ്രേഡിലുള്ള ലാൻഡ്സ് മാത്രം കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോപ്പുലേഷൻ്റെ അമ്യൂണിറ്റീസ് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇൻഫീരിയർ ഗ്രേഡ്സിലുള്ള ലാൻഡ്സും കൾട്ടിവേറ്റ് ചെയ്യണം. സോ വാട്ട് ഹാപ്പൻസ്, ഇറ്റ് വിൽ ക്രിയേറ്റ് എ സർപ്ലസ് ഓർ ദ റെൻറ്റ് ഫോർ ദ സുപ്പീരിയർ ഗ്രേഡ്സ്. അപ്പം സുപ്പീരിയർ ഗ്രേഡ്സിന് സർപ്ലസ് ആയിട്ടുള്ള ഒരു റെൻ്റ് ആയിരിക്കും ലഭിക്കുന്നത്. അത് നമ്മൾ ഡിഫറൻഷ്യൽ റെൻറ്റിൻ്റെ കേസിൽ പറഞ്ഞത്. സുപ്പീരിയർ ലാൻഡിന് 20 പ്രൊഡക്ഷൻ കിട്ടുന്നത് എങ്കിൽ ഇൻഫീരിയർ ലാൻഡിന് 5 ആയിരിക്കും. സോ വാട്ട് ഹാപ്പൻസ്, ഇതിൻ്റെ അകത്തുള്ള ഡിഫറൻസ് 15 എന്ന് പറഞ്ഞിരിക്കുന്നത് സർപ്ലസ് ആണ്. ആ ഒരു സർപ്ലസിനെയാണ് ഇവിടെ ഡിഫറൻഷ്യൽ റെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ആ ഡിഫറൻഷ്യൽ റെൻറ്റിനെ ഗ്രേഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതാണ് നമ്മൾ താഴെ പറഞ്ഞത്. ഈ ഒരു ടേബിൾ നമുക്ക് നെക്സ്റ്റ് കാണാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് സ്ലൈഡിൽ മൂവിങ് ഓൺ. ഇതുണ്ടോ, ഇത് നമ്മൾ പറഞ്ഞു ഒരു പ്ലോട്ടിനെ 4 ഗ്രേഡ്സിൽ തിരിച്ചിരിക്കുകയാണ്. സോ ടോട്ടൽ പ്രൊഡ്യൂസ് ആൻഡ് ഇറ്റ്സ് വാല്യൂ. ഇതുണ്ടോ, ഇവിടെ ഇപ്പം ഫസ്റ്റ് ഗ്രേഡ് ഓഫ് ലാൻഡിൽ പ്രൊഡക്ടിവിറ്റി കൂടുതലായതുകൊണ്ട് അവിടെ 40 കിലോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ സെക്കൻഡ് ഗ്രേഡിൽ 30 പറ്റത്തുള്ളൂ, തേർഡിൽ 20 കിലോഗ്രാമേ പറ്റത്തുള്ളൂ, ഫോർത്തിൽ 15 കിലോഗ്രാമേ പറ്റത്തുള്ളൂ. ആൻഡ് അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് സെയിം ത്രൂ ഔട്ടാണ്. എല്ലാത്തിനും 100 രൂപയാണ് വന്നിരിക്കുന്നത്. റെൻറ്റ് ആദ്യത്തേതിന് എന്തായിരിക്കും റെൻറ്റ് വരിക? 100 രൂപയായിരിക്കും റെൻറ്റ് വരിക, ബിക്കോസ് അത് ഭയങ്കര ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡ് ആണല്ലോ. പിന്നെ താഴോട്ട് വരുന്നതിന് ഫെർട്ടിലിറ്റി ഡിക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എമൗണ്ടും റെൻറ്റും കുറഞ്ഞുകൊണ്ടിരിക്കും. ദെൻ ഇവിടെ കണ്ടോ, ഈ ഒരു കേസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും 40 ഇവിടെ ഈ ഒരു ടോട്ടൽ പ്രൊഡക്ഷൻ 5 രൂപ തന്നെയാണ് എല്ലാത്തിൻ്റെയും പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ആ ഒരു കിലോഗ്രാമിന് 5 രൂപയാണ് എങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഗ്രേഡിൻ്റെ ഫെർട്ടിലിറ്റി അനുസരിച്ച് അവർ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതിൻ്റെ എമൗണ്ട് അനുസരിച്ചിരിക്കും അതിൻ്റെ അകത്തുനിന്നുണ്ടാവുന്ന സർപ്ലസ്. ഇൻ ദ കേസ് ഇപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, ഈ ഫസ്റ്റിലെയും സെക്കൻഡിനെയും വെച്ച് കമ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു 50 ഇൻക്രീസ് ആണ് ഫസ്റ്റിൽ വരുന്നത്. സോ അവിടെ അത് ഡിഫറൻഷ്യൽ റെൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ എല്ലാത്തിൻ്റെ കേസിലും നമ്മൾ അതിനേക്കാൾ ഇൻഫീരിയറിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു എക്സീഡിങ് ഡിഫറൻഷ്യൽ റെൻറ്റ് കാണാൻ പറ്റും. ദെൻ സ്റ്റാറ്റസ് ഓഫ് ലാൻഡ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഗ്രേഡ് ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് എബവ് മാർജിനൽ ലാൻഡ് ആണ്. സെക്കൻഡ് ഗ്രേഡും എബവ് മാർജിനൽ ലാൻഡ് തന്നെയാണ്. തേർഡ് ഗ്രേഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് മാർജിനൽ ലാൻഡാണ്, അവിടെ റെൻറ്റ് ഇല്ല. ഫോർത്തിൽ വരുന്നിരിക്കുന്നത് ബിലോ മാർജിനൽ ലാൻഡാണ്, അവിടെ നെഗറ്റീവ് റെൻ്റാണ് വന്നിരിക്കുന്നത്. ഓക്കെ, മൂവിങ് ഓൺ. The table shows the position of 3 different plots of land of equal size. സെയിം സൈസുള്ള 3 പ്ലോട്ട് ലാൻഡാണ് കുറച്ച് മുൻപേ നമ്മൾ നോക്കിയത്. ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഓരോ പ്ലോട്ടിനും സെയിം കോസ്റ്റാണ്. നമ്മൾ പറഞ്ഞു 100 രൂപയാണെന്ന്. Let us assume that the order of cultivation reaches the third stage. മൂന്നാമത്തെ സ്റ്റേജ് വരെ എത്തിയെന്ന് വിചാരിക്കുക. അതായത് all 3 plots of land of different grades are cultivated and the market price has come to ₹5 per kilogram of wheat. 1 കിലോഗ്രാം വീറ്റിന് 5 രൂപ വെച്ചിട്ടാണ് കൾട്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്. 3 പ്ലോട്ട് ഓഫ് ലാൻഡും കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം നമ്മൾ അസ്യൂം ചെയ്തു. ഇനി ഇതിൽ ഫസ്റ്റ് ഗ്രേഡ് ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെയധികം ഫെർട്ടൈലാണ്. സോ വാട്ട് ഹാപ്പൻസ്, അതിന് 40 കിലോഗ്രാമോളം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചു. സെക്കൻഡ് ഗ്രേഡിന് 70 kilogram and the third grade land being less fertile only produces 20 kilogram. So I'm so sorry that the second grade is producing 30 kilogram ആണ്. സെക്കൻഡ് ഗ്രേഡ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് 30 കിലോഗ്രാം ആണ് കേട്ടോ. ഇത് 30 കിലോഗ്രാം ആണ്. 30. Then being less fertile, തേർഡ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് 20 കിലോഗ്രാം ആണ്. ഇതിൽ ഫസ്റ്റ് ഗ്രേഡ് സർപ്ലസ് റെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് 100 രൂപയും നേടി. പക്ഷേ സെക്കൻഡ് ഗ്രേഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് റെൻറ്റ് 50 രൂപയെ നേടിയുള്ളൂ. തേർഡിന്
നോ സർപ്ലസ് ആണ് ഉണ്ടാവുന്നത്. ദ ഫസ്റ്റ് ടു പ്ലേറ്റ്സ് ആർ കോൾഡ് ഇൻട്രാ മാർജിനൽ ആൻഡ് തേർഡ് വൺ ഈസ് മാർജിനൽ ലാൻഡ്. അതുകൊണ്ട് എന്താണ്, ആദ്യത്തെ രണ്ടെണ്ണം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇത് എബവ് മാർജിനൽ ലാൻഡ് ആണ്. കാരണം ഇവിടെ രണ്ട് പേർക്കും സർപ്ലസ് ആയിട്ടുള്ളത് ലഭിക്കുന്നുണ്ട്. ഇവിടെ നോക്ക്, ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്ഷൻ വഴി ഈ ഒരു ഫസ്റ്റ് ഗ്രേഡ് ലാൻഡിന് ലഭിച്ച തുക 200 രൂപയാണ്. അവരുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 100 രൂപയാണ്. സോ അവരുടെ സർപ്ലസ് എത്രയാണ്? 100 രൂപ. ഇനി അതേപോലെ തന്നെ ഇവിടെയും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാണ്? 100 രൂപയാണ്. ഇവിടെ 150 രൂപയാണ് വന്നിരിക്കുന്നത്. സോ ബാക്കി ഇവർക്കും സർപ്ലസ് റെൻറ്റ് 50 രൂപയാണ് കിട്ടുന്നത്. ഈ ഫസ്റ്റ് ഗ്രേഡ് ലാൻഡിനെയും സെക്കൻഡ് ഗ്രേഡ് ലാൻഡിനെയും വെച്ച് കമ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കൂടുതൽ സർപ്ലസ് ഉള്ളത് ഫസ്റ്റ് ഗ്രേഡ് ലാൻഡിനായിരിക്കും. ഇത്രയാണ് ഇതിനകത്ത് മനസ്സിലാക്കാനായിട്ടുള്ള കാര്യം. ഓക്കെ, അതായത് അവർക്ക് ലഭിക്കുന്ന റവന്യൂവും അവരുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും തമ്മിൽ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ഏത് ലാൻഡിനാണ് ലഭിക്കുന്നതെന്നാണ് നോക്കുന്നത്. ഓക്കെ, മൂവിങ് ഓൺ. നോറൽ ലാൻഡ് ആണ് തേർഡ് സ്റ്റേജ് വന്നത്. നോക്ക്, മൂന്നാമത്തെ സ്റ്റേജിൽ 100 രൂപ തന്നെയാണ് അവർക്ക് ലഭിക്കുന്നത്. 100 രൂപയാണ്. അത് മാത്രമല്ല, അതിനകത്ത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും 100 രൂപ ആയതുകൊണ്ട് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 0 ആണ് കിട്ടുന്നത്. സോ അവിടെ നോ റെൻ്റ് ആണ് ലഭിക്കുന്നത്. പിന്നീട് ഇവിടെ വരുമ്പോൾ അത് 75 ആണ്. അപ്പോൾ 100ൽ നിന്ന് 75 കുറച്ച് കഴിയുമ്പം 25 രൂപ. അത് മൈനസ് റെൻറ്റിലാണ് വരുന്നത്. ബിലോ മാർജിനൽ റെൻ്റ് ആണ് ആ ഒരു കേസിൽ ഉണ്ടാവുന്നത്. ഓക്കെ, then the simple example shows the differences of the fertility of different plots of land create rent for the superior land of the lands. The concept of differential rent arising due to differences in the fertility of different plots of land. Different plot of landൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഡിഫറൻസസ് ആണ് ഡിഫറൻഷ്യൽ റെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഒരു കാര്യം ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ നെക്സ്റ്റ് ഫിഗറിൽ കാണാനായിട്ട് സാധിക്കുന്നത്. നോക്ക്, ഇവിടെ കോസ്റ്റ് എല്ലാത്തിൻ്റെയും നോക്ക്, ഇത് ടോട്ടൽ പ്രൊഡ്യൂസ് ആണ്. ഫസ്റ്റ് ഈ ഒരു ഷെയ്ഡഡ് പോർഷനിൽ കിടക്കുന്നതാണ് കോസ്റ്റ് കഴിഞ്ഞിട്ട് കിട്ടുന്ന സർപ്ലസ് ആയിട്ടുള്ള റെൻറ്റ്. ഓക്കെ, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ടാകും. ഹിയർ AD, DG ആൻഡ് GJ ആർ 3 സെപ്പറേറ്റ് പ്ലോട്ട്സ് ഓഫ് ലാൻഡ് ഓഫ് സെയിം സൈസ്. സി ഹിയർ, ഇത് AD എന്ന് പറഞ്ഞു, DG, GJ, ഇതിന് മൂന്നും സെയിം പ്ലോട്ട് ഓഫ് ലാൻഡ് ആണ്, സെയിം സൈസ് പ്ലോട്ട് ഓഫ് ലാൻഡ് ആണ്. പക്ഷെ ഇവരുടെ ഫെർട്ടിലിറ്റി ഡിഫറൻസസ് ഉണ്ട്. ഇനി AD എന്ന് പറഞ്ഞിരിക്കുന്നതിന് ടോട്ടൽ പ്രൊഡ്യൂസ് ആണ്. ഈ AD എന്ന് പറഞ്ഞിരിക്കുന്ന ലാൻഡിൻ്റെ ടോട്ടൽ പ്രൊഡ്യൂസ് ആണ് ഈ ABCD. അതുപോലെ DGയുടേത് ഇത്രയുമാണ്. ഇവിടെ ഈ ഒരു GJH ഈ ഒരു ഇതാണ് വന്നിരിക്കുന്നത് ടോട്ടൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ വാട്ട് ഹാപ്പൻസ്, ദ ഫസ്റ്റും സെക്കൻഡും പ്ലോട്ടിനും സർപ്ലസ് ഉണ്ട്. ആ ഷെയ്ഡഡ് ഏരിയ അവരുടെ സർപ്ലസ് ആണ്. കോസ്റ്റ് കഴിഞ്ഞിട്ട് അവർക്ക് മീതെ വരുന്ന എമൗണ്ട് ആണത് കാണിച്ചിരിക്കുന്നത്. പക്ഷെ മൂന്നാമത്തെ പ്ലോട്ടിന് സർപ്ലസ് ഇല്ല. അത് നോ മാർജിനൽ ലാൻഡ് ആണ്, അല്ലെങ്കിൽ നോ റെൻറ്റ് ലാൻഡ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഗ്രേഡ് 4 ലാൻഡ് വിൽ നോട്ട് ബി കൾട്ടിവേറ്റഡ്. അതുകൊണ്ട് തന്നെ ഇതിനേക്കാളും താഴെ മൂന്നാമത്തതിൽ 0 അവർക്ക് സർപ്ലസ് കിട്ടുന്നത്. സോ അതിലും താഴെ ഒരിക്കലും അവർ കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കില്ല. ദെൻ റെൻറ്റ് ആൻഡ് പ്രൈസ്. ഫ്രം റിക്കാർഡിയൻ തിയറി വി ക്യാൻ ഷോ ദാറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ റെൻറ്റ് അതുപോലെ തന്നെ പ്രൈസ്. സിൻസ് മാർക്കറ്റ് പ്രൈസ് ഓഫ് വീറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത് കോസ്റ്റ് ഓഫ് മാർജിനൽ പ്രൊഡ്യൂസറാണ്. ആ മാർജിനൽ പ്രൊഡ്യൂസറിന് ഉണ്ടായിരിക്കുന്ന കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് പ്രൈസ് ഓഫ് വീറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സിൻസ് for this marginal producer rent are 0, Ricardo concluded that economic rent is not a determinant of market price. Rather, the price of wheat is determined solely by the market demand of wheat and availability of the fertile land. അതായത് റിക്കാർഡോ കൺക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് എക്കണോമിക് റെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് മാർക്കറ്റ് പ്രൈസിൻ്റെ ഒരു ഡിറ്റർമിനൻ്റ് അല്ല. എക്കണോമിക് റെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് മാർക്കറ്റ് പ്രൈസിൻ്റെ ഒരു ഡിറ്റർമിനൻ്റ് അല്ല, മറിച്ച് പ്രൈസ് ഓഫ് വീറ്റ് ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത് മാർക്കറ്റ് ഡിമാൻഡും അതേപോലെ ഫെർട്ടൈൽ ലാൻഡിൻ്റെ അവൈലബിലിറ്റിയും അനുസരിച്ചാണ് എന്നുള്ള ഒരു കാര്യമാണ് റിക്കാർഡോ ഇതിൻ്റെ അകത്തുനിന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിനകത്തുണ്ടായിരിക്കുന്ന ഡിഡക്ഷൻസ് ആണ് നോക്കുന്നത്. If rent depends upon the price and the superiority of land producing land over the marginal land, we can deduce the following. It improves the methods of farming. Improved method of cultivation leads to a fall in rent.
because demand is remaining unchanged. It is because increased output on superior good grades of land will make the cultivation of inferior grades of land unnecessary. സോ എന്താണ് ഇംപ്രൂവ്ഡ് മെത്തേഡ്സ് ഓഫ് ഫാമിംഗ് വരികയാണ്. സോ അത് റെൻറ്റ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ അത് ലീഡ് ചെയ്യുന്നത് ഫോൾ ഇൻ റെൻറ്റിനായിരിക്കും. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത് സുപ്പീരിയർ ലാൻഡ്സിന് നമ്മൾ വീണ്ടും വീണ്ടും കൾട്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ ഔട്ട്പുട്ട് കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡൗൺഗ്രേഡഡ് ആയിട്ടുള്ള ലാൻഡ്സ് കൾട്ടിവേറ്റ് ചെയ്യില്ല. പോപ്പുലേഷൻ ഗ്രോത്ത്. Population growth is likely to lead the rise in rent, since increased demand of land will bring the poor quality of land into cultivation. നമുക്ക് പോപ്പുലേഷൻ വളരെയധികം കൂടിക്കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ്, ലോ ഗ്രേഡഡ് ലാൻഡ്സും കൂടി കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് പീപ്പിളിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ വാട്ട് ഹാപ്പൻസ്, റെൻറ്റ് വിൽ കോൺസിക്വൻ്റ്ലി ഇൻക്രീസ്. ആൻഡ് ദ തേർഡ് പോയിന്റ് ഈസ് ഇംപ്രൂവ്ഡ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്. Improved transport facilities are likely to lead a fall in rent. അപ്പോൾ ഇംപ്രൂവ്ഡ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് വന്നിട്ടുണ്ടെങ്കിൽ ഫോൾ ഇൻ റെൻറ്റിലോട്ടേക്കായിരിക്കും പോകുന്നത്. എന്തുകൊണ്ട്? ഇതിന് കാരണം എന്ന് പറഞ്ഞിരിക്കുന്ന ലെസ് ഫെർട്ടൈൽ ലാൻഡിൻ്റെ അകത്തുനിന്ന് ഉണ്ടാക്കുന്ന ഔട്ട്പുട്ട് ഓഫ് ഫോറിൻ കൺട്രീസ് മേ ബി ഏബിൾ ടു കോമ്പീറ്റ് മോർ ക്ലോസ്ലി വിത്ത് ദ ഹോം പ്രൊഡ്യൂസ്. അതായത് ഇറ്റ് ഈസ് ബിക്കോസ് ദ ഔട്ട്പുട്ട് ഓഫ് ദ ലെസ് ഫെർട്ടൈൽ ലാൻഡ് ഓഫ് ഫോറിൻ കൺട്രീസ് മേ ബി ഏബിൾ ടു കോമ്പീറ്റ് വിത്ത് ക്ലോസ്ലി ഹോം പ്രൊഡ്യൂസ്. നമ്മുടെ ഇവിടെ തന്നെ ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഗുഡ്സും ആയിട്ടും അതേപോലെ തന്നെ ഫോറിൻ നേഷൻസിൽ നിന്നുണ്ടാക്കിയിരിക്കുന്ന ലെസ് ഫെർട്ടൈൽ ലാൻഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ടായിട്ട് കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. സോ ദെയർ വിൽ ബി നോ നീഡ് ടു കൾട്ടിവേറ്റ് ഇൻഫീരിയർ ഹോം ഏരിയാസ്. അതുകൊണ്ട് തന്നെ ഇൻഫീരിയർ ഹോം ഏരിയാസ് ഒന്നും കൾട്ടിവേറ്റ് ചെയ്യേണ്ടതായിട്ട് വരില്ല. ആസ് എ റിസൾട്ട് ഔട്ട്പുട്ട് ഓഫ് ദ മാർജിനൽ ലാൻഡ് റൈസസ് ആൻഡ് റെൻറ്റ് ഫോൾസ്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും അഡീഷണൽ ലാൻഡിൻ്റെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും, പക്ഷെ റെൻറ്റ് ഫോൾ ചെയ്യും. ദസ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ടി ടു സേ വെദർ or not rent increases with economic progress. However, rent is likely to fall with economic progress if population growth is unable to fully neutralize the effects of technical progress and improvement in transport facilities. Moving on further. Criticism of this theory. Ricardian theory has been criticized on the following grounds. റിക്കാർഡോ ഫസ്റ്റ് കൺസിഡർ ചെയ്തിരിക്കുന്നത് ലാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫിക്സ്ഡ് സപ്ലൈയിലാണ്. ലാൻഡിന് ഒറ്റ യൂസേ ഉള്ളൂ എന്നൊക്കെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. പക്ഷെ അതൊരിക്കലും പോസിബിൾ അല്ല, കാരണം നമ്മൾ ലാൻഡ് പല ഓൾട്ടർനേറ്റീവ് യൂസേഴ്സിന് വേണ്ടിയിട്ടും ചെയ്യുന്നുണ്ട്. ദെൻ റിക്കാർഡോസ് ഓർഡർ ഓഫ് കൾട്ടിവേഷൻ ഓഫ് ലാൻഡ് ഈസ് ഓൾസോ നോട്ട് റിയലിസ്റ്റിക്. അതായത് റിക്കാർഡോ പറഞ്ഞിരിക്കുന്നത് സുപ്പീരിയർ ലാൻഡ് കൾട്ടിവേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ബാക്കി കൾട്ടിവേഷൻസ് ഡിഗ്രേഡഡ് ആയിട്ട് കിടക്കുന്ന ലാൻഡ്സൊക്കെ കൾട്ടിവേറ്റ് ചെയ്യത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതൊക്കെ ഡിപ്പെൻഡ് ഓൺ ദ അഗ്രികൾച്ചർ ഡിമാൻഡ്, അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസ് അനുസരിച്ച് നമ്മൾ ആ ഒരു ലാൻഡിൻ്റെ അകത്ത് കൾട്ടിവേഷൻ അല്ലെങ്കിൽ ചേഞ്ചസ് ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും ഇരിക്കുന്നത്. ചിലപ്പോൾ സുപ്പീരിയർ ഗ്രേഡ്സ് ഓഫ് ലാൻഡ് മൈറ്റ് സ്റ്റോപ്പ് ടു ബി കൾട്ടിവേറ്റഡ് ഇഫ് എ ഫാൾ ഇൻ ദ പ്രൈസ് ഓഫ് ഇറ്റ്സ് ഔട്ട്പുട്ട്. അതിനകത്ത് ഉണ്ടാക്കുന്ന ഔട്ട്പുട്ടിൻ്റെ പ്രൈസ് കുറവാണെങ്കിൽ സുപ്പീരിയർ ലാൻഡിൽ ഉണ്ടാക്കുന്ന കാര്യം കൾട്ടിവേഷൻ നിർത്താൻ ചാൻസ് ഉണ്ട് അല്ലേ. സോ അത് മറ്റൊരു പർപ്പസിലോട്ടേക്കൊക്കെ പോകാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. ദെൻ ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ലാൻഡ് ഡസ് നോട്ട് ഡിപ്പെൻഡ് എൻറ്റയർലി ഓൺ ഫെർട്ടിലിറ്റി. ഇനി ഒരു ലാൻഡിൻ്റെ പ്രൊഡക്ടിവിറ്റി ഫെർട്ടിലിറ്റിയിൽ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇത് മറ്റ് ഫാക്ടേഴ്സിൻ്റെ പൊസിഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ ക്യാപിറ്റലിൻ്റെ യൂസ്, ഇതിലൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടിരിക്കുന്നത്. ദെൻ ക്രിട്ടിക്സ് ഹാവ് പോയിൻറ്റഡ് ഔട്ട് ദാറ്റ് ലാൻഡ് ഡസ് നോട്ട് പോസസ് എനി ഒറിജിനൽ ആൻഡ് ഇൻഡിസ്ട്രക്റ്റബിൾ പവേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ക്രിട്ടിക്സ്, റിക്കാർഡിയൻ തിയറിയുടെ ക്രിട്ടിക്സ് പറയുന്നുണ്ട് ഒരിക്കലും ലാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നതിന് ഒറിജിനൽ അല്ലെങ്കിൽ ഇൻഡിസ്ട്രക്റ്റബിൾ ആയിട്ടുള്ള പവേഴ്സ് ഇല്ല. കാരണം ഫെർട്ടിലിറ്റി ഗ്രാജ്വലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് അൺലെസ് നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ഒന്നും ഉപയോഗിച്ചില്ലെങ്കിൽ ഫെർട്ടിലിറ്റി ഗ്രാജ്വലി നഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും ഇരിക്കുന്നതെന്നൊരു കാര്യമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി ഫിഫ്ത്ത് കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് റിക്കാർഡോസ് അസംപ്ഷൻ ഓഫ് നോ റെന്റ് ലാൻഡ് ഈസ് അൺറിയലിസ്റ്റിക്. നോ റെന്റ് ലാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് അൺറിയലിസ്റ്റിക് ആണ്. ഏത് പ്ലോട്ട്, ഏത് ലാൻഡ് ആണെങ്കിലും, ഏത് പ്ലോട്ട് ആണെങ്കിലും അതിനൊരു കുറച്ച് എമൗണ്ട് ഓഫ് റെന്റ് എങ്കിലും ലഭിക്കുന്നുണ്ടാകും. ഓക്കെ, മൂവിങ് ഓൺ ഫർദർ. സിക്സ്ത് വൺ, റിക്കാർഡോ റെസ്ട്രിക്റ്റഡ് റെന്റ് ടു ലാൻഡ് ഓൺലി. ലാൻഡിന് മാത്രമേ റെന്റ് കിട്ടുള്ളൂ എന്നാണ് റിക്കാർഡോയുടെ കൺസെപ്റ്റ്. പക്ഷേ മോഡേൺ ആയിട്ടുള്ള എക്കണോമിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്നത് റെന്റ് എറൈസസ് ഇൻ റിട്ടേൺ ഓഫ് ദ ഫാക്ട് ഓഫ് പ്രൊഡക്ഷൻ. നമ്മുടെ ഫാക്ട് ഓഫ് പ്രൊഡക്ഷൻ്റെ റിട്ടേൺ ആയിട്ട് കിട്ടുന്നതെല്ലാം റെൻ്റ് ആണ് എന്നൊരു കാര്യമാണ് മോഡേൺ എക്കണോമിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെയൊക്കെ സപ്ലൈ എന്തായിരിക്കും? ഇൻഎലാസ്റ്റിക് ആയിരിക്കും. അക്കോർഡിംഗ് ടു റിക്കാർഡോ, റെന്റ് ഡസ് നോട്ട് എൻറ്റർ ഇൻ ടു പ്രൈസ് ഓർ കോസ്റ്റ്.
റിക്കാർഡോവിനെ സംബന്ധിച്ചിടത്തോളം റെൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് കോസ്റ്റിൻ്റെ ഭാഗത്തോട്ടേക്ക് എൻ്റർ ചെയ്യുന്നില്ല. ബട്ട് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഫാമിനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ റെൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അവരുടെ കോസ്റ്റിൻ്റെയും പ്രൈസിൻ്റെയും പാർട്ടായിട്ടാണ് നിലനിൽക്കുന്നത്. ഓക്കെ, സോ നമ്മളിതിൻ്റെ കൺക്ലൂഡിങ് പാർട്ടിലോട്ടേക്ക് പോവുകയാണ്. In spite of various shortcomings in the Ricardian theory, it cannot be discarded as Stoneyr and Hogg remarked. The concept of the transfer earnings helps to bring the simple Ricardian theory of rent into closer relation with reality. അതായത് നമ്മൾ ട്രാൻസ്ഫർ ഏർണിങ്സിനെ കുറിച്ച് മുൻപ് പഠിച്ചിട്ടുണ്ട്. ആ ട്രാൻസ്ഫർ ഏർണിങ്സിനെ വെച്ച് കമ്പയർ ചെയ്ത് അതൊക്കെ വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇക്കണോമിക് റെൻറ്റ് അല്ലെങ്കിൽ റിക്കാർഡിയൻ തിയറിക്കൊക്കെ കുറച്ചൊക്കെ ഇമ്പോർട്ടൻസ് ഈവൻ ദോ ഷോർട്ട് കമ്മിങ്സ് ഉണ്ടെങ്കിലും ഡിസ്കാർഡ് ചെയ്യാതെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് സ്റ്റോണിയർ അതുപോലെ തന്നെ ഹേഗ് അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ഇത്തിരി ഫാസ്റ്റായിട്ടാണ് പോയിരിക്കുന്നത്. എവിടെയെങ്കിലും മിസ്മാച്ച് വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലിയർ ആയിട്ട് മനസ്സിലാവാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ കൈൻഡ്ലി നിങ്ങൾ മെസ്സേജ് അയക്കുക, or കമൻറ്റ് ചെയ്യുക. സോ എനിക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് താങ്ക് യു സോ മച്ച്. എൻജോയ് ലേണിംഗ് ആൻഡ് ഗോഡ് ബ്ലെസ്.